ഇന്ന് നമുക്ക് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഇതിനു വേണ്ടി 4 സബോള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് ക്യാപ്സിക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കണം. വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടി കത്തിരിക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത്, നല്ലത് ചതച്ചിടേണ്ടതാണ്. ചതയ്ക്കാൻ അവിടുത്തെ സാധനം ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ചെറുതായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇടുക. സബോളയും മുളകും ഇടുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. നിങ്ങൾക്കെല്ലാം വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ശക്തിയിൽ ഇളക്കാതിരിക്കുക. ശക്തിയിൽ ഇളക്കിയാൽ പാത്രം മറിഞ്ഞു വീഴുന്നതാണ്. ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇളക്കേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഉപ്പിടാം. നമ്മളൊരു 5 മിനിറ്റ് ഉപ്പിട്ടിട്ട് ഇളക്കിയിരുന്നു. ഇപ്പോൾ സബോള എല്ലാം ഏകദേശം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം ഇട്ട് ഒന്ന് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഇളക്കേണ്ടതാണ്. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറി. ഇനി അധികം മണം മാറാൻ കാത്തുനിന്നാൽ ചിലപ്പോൾ കരിഞ്ഞ മണമാവും. അതിന് മുമ്പ് നമ്മൾ തക്കാളി, നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ, ഈ അളവ് ഏകദേശം 1 കിലോ ചിക്കൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തതാണ്. ചിക്കനും തക്കാളി ഇട്ടതിന് ശേഷം ഏകദേശം നമുക്ക് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണ് നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഇന്ന് ചീത്ത വെള്ളം ഇറങ്ങുന്നതായിട്ട് കാണാം. എന്നാലും നമുക്കൊരു ഗ്രേവി ടൈപ്പ് വേണ്ടതായതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അല്ല 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർക്കണം. എന്നാലാണ് ഉപ്പ് ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളതിനെ മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കണം. എന്നാലാണ് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുക. ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കാം. ആ ഇളക്കുന്ന ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂണ് പെപ്പർ പൊടിയും ചേർക്കാം. അത് ചിക്കന് ടേസ്റ്റ് കൂട്ടും. അപ്പോൾ നമുക്ക് തൽക്കാലം അടച്ചു വയ്ക്കാം. നമ്മുടെ രുചിയൂറും ചിക്കൻ റെഡി ആവട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി നമ്മൾ മൂടി വെച്ച് വേവിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് മെല്ലെ ഒന്ന് എടുത്ത് നോക്കാം.
എന്താ മണം, വായിൽ വെള്ളം വരുന്ന പോലെ മണം വരണം. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതിടുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ മസാല ഒന്ന് പിടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഈ ചിക്കൻ കറി മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് വറ്റണമെങ്കിൽ നമുക്കൊന്ന് തുറന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കുക. അതിനുശേഷം ആർത്തി പിടിച്ച് കഴിക്കാൻ പാടില്ല. 1 മണിക്കൂറെങ്കിലും സെറ്റാകാൻ വേണ്ടി കാത്തിക്കണം. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. ഒരു 5 മിനിറ്റ് തുറന്ന് വേവിക്കുക. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.